ഹലോ ഗേസ്, നമസ്കാരം. വീരപ്പൻ മരിച്ചിട്ട് 10-20 വർഷമായെങ്കിലും വീരപ്പൻ ആർക്കും മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു ജൂനിയർ വീരപ്പൻ വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. കൊടുവായി അമ്പു ഒരു 15 വയസ്സിൻ്റെ ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ പറയുമ്പോഴത്തേക്ക് 2.9 മില്യൺ സബ്സ്ക്രൈബറും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ 2 മില്യൺ സംതിങ് ഫോളോവേഴ്സും എല്ലാം ഉള്ളൊരു അൻവയ് അമ്പു. പേര് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു വെറൈറ്റി പേരാണ്. പക്ഷെ അച്ഛൻ ഒരു വീഡിയോ കാണാം, പക്ഷെ മുഴുവൻ സ്റ്റോറി നിങ്ങൾ കേൾക്കണം. സ്റ്റോറി കേട്ടാൽ നിങ്ങൾ ഒന്നുമല്ല. ஆதியம் ചെറുപ്പക്കാരൻ്റെ வீடியோ കാണാம். நம்ம பார்த்தீங்கன்னா புதுசாக ஒரு கார் வாங்க போகிறோம் ஃபேமிலி. எனக்கு ரொம்ப 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 ஹாப்பியாக இருக்குது ஃபேமிலிஸ். நம்ம எந்த கார் வாங்க போகிறோம்னா தார் ராக்ஸ் தான் ஃபேமிலிஸ் வாங்க போகிறேன். எனக்கு ரொம்ப ரொம்ப ஹாப்பியாக இருக்குது ஃபேமிலிஸ். ஃபேமிலிஸ் இப்போ நான் இந்த தார் ராக்ஸ் காரை வாங்க போகிறேன்னா அது உங்களோட லவ் அண்ட் சப்போர்ட்னால தான் ஃபேமிலிஸ். என்னடா ஒரு 15 வயசு பையன் ஒரு தார் ராக்ஸ் வாங்க முடியுமான்னு கேட்டால் அது வாங்க முடியும் ஃபேமிலிஸ். ஏன்னா அது உங்களோட லவ் அண்ட் சப்போர்ட்னால தான் ஃபேமிலிஸ். இப்போ நான் இந்த தார் ராக்ஸ் வாங்க போகிறேன் ஃபேமிலிஸ். அதுவும் பிளாக் கலர் வாங்க போகிறேன் ஃபேமிலிஸ். எனக்கு ரொம்ப ரொம்ப ஹாப்பியாக இருக்குது ஃபேமிலிஸ். ஏன்னா நம்ம தார் ராக்ஸ் கார் வாங்க போகிறோம் ஃபேமிலிஸ். இது எல்லாமே உங்களோட லவ் அண்ட் சப்போர்ட்டால தான் ஃபேமிலிஸ். இன்னும் எல்லாருமே അങ്ങനെ വീഡിയോ കണ്ടല്ലോ. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്. നല്ല മില്യൺസ് ഒക്കെ വ്യൂസ് ഒക്കെ വന്ന വീഡിയോ. അത് മാത്രമല്ല, ഈ ചെറുപ്പക്കാരൻ എല്ലാ ആൾക്കാർക്കും മെസ്സേജ് അയക്കും. മെസ്സേജ് പറയും എന്താ പറയുമ്പോഴത്തേക്ക് ഒരു 1000 രൂപ എനിക്കിപ്പോൾ ഫോൺ പേ ആക്കി തന്നാൽ ഞാനൊരു 5000 രൂപയ്ക്ക് 1 മണിക്കൂറിൽ 2 മണിക്കൂറിൽ തരുമെന്ന്. അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറിലും പ്രതീക്ഷയോട് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്ക് ഈ ചെക്കൻ പറയാം ആ പൈസ പോയി, വീണ്ടും ഒരു 1000 രൂപ ഇട്ടെങ്കിൽ അങ്ങനെ ഡബിളാക്കി തരാം. വീണ്ടും ഒരു 1000 രൂപ ഇടും. നിങ്ങൾ പൈസ വേണം, അവർ 500 കൂടി ഇടും. അങ്ങനെ 5000 പോൾ തട്ടിയെടുക്കും. അങ്ങനെ ഒരു കേസിന് 600 കേസാണ് തമിഴ്നാട് ഈ പോലീസിന് ഈ ചെക്കനെ പറ്റി കിട്ടിയത്, ഈ പയ്യനെ പറ്റി കിട്ടിയിട്ടുള്ളത്. ഈ ചെറുപ്പത്തിൽ 15 വയസ്സിൽ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു 30 ഏജ് ആകുമ്പോഴത്തേക്ക് എന്താവും? അതുകൊണ്ട് തെറ്റുണ്ടോ? ജൂനിയർ വീരപ്പൻ എന്നിട്ട് വിളിച്ചത് അതാണ് സംഭവം. അത് മാത്രമല്ല, ഈ ചെക്കൻ പറയുമ്പോഴത്തേക്ക് ഒരു 3-4 ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഈ മെസ്സേജ് അയക്കുന്നുണ്ട്. മലയാളം, കന്നഡ, തമിഴ്, തെലുഗു അറിയാൻ കാരണം ഈ ചെക്കൻ നായിഡുവാ. അതുകൊണ്ട് നായിഡുക്ക് തെലുഗ് അറിഞ്ഞിരിക്കണം. അതാണ് പ്രശ്നം, അതാണ് സംഭവം. അപ്പോൾ ഈ ചെക്കനൊക്കെ ഈ ചെക്കൻ ഈ സമയത്തിന് തടയിട്ടില്ലെങ്കിൽ വെളിയാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഒരു 30, 35, 45 വീരപ്പൻ്റെ അപ്പം മുത്തുപ്പെട്ട് കിടക്കും ഈ ചെക്കൻ. അതുകൊണ്ടാണ് സംഭവം. ഇപ്പം തമിഴ്നാട് പോലീസ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഇല്ലാത്ത ആശ്രയത്തില്ല. പിന്നെ കാര്യമുണ്ട്, ഇവൻ്റെ ഫാമിലിയിലോ ആരോ ഒരാൾ സപ്പോർട്ടുണ്ട്, അതാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ചെക്കൻ വിജയിനെ പിടിച്ചാണ് കളിക്കുക. വിജയ് ഫാനാണ്, വിജയിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ മറിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ചെറുപ്പത്തിൽ ആ പയ്യൻ്റെ ഒരു ബ്രെയിൻ ഒരു ക്രിമിനൽ ബ്രെയിനാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഫേക്ക് മെസ്സേജ് വരുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കണം. പണത്തിന് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഗിഫ്റ്റോ കിട്ടാൽ ഇപ്പോൾ ഇട്ടാൽ എനിക്ക് കളിയൊക്കെ അറിയാം, അത് കളിച്ചിട്ട് ഒരു 10 മിനിറ്റോ ഇല്ലെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഡബിൾ തരാം, ട്രിപ്പിൾ തരാം. അതിനൊന്നും പോയി ചെയ്യരുത്. നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നാലും ഈ ചെക്കൻ ഇത്ര ചെറുപ്പത്തിന് ചെക്കൻ ഇങ്ങനെ ആക്കിയിട്ട് ഒരു അഭിനന്ദിക്കുകയും ചെയ്യാണ്. പക്ഷെ ഇങ്ങനത്തെ ഉള്ള ചെക്കനെ ഇത് ഇപ്പോൾ തന്നെ തടയരുതെന്ന് പറഞ്ഞാണ് ഞാൻ തമിഴ്നാട് പോലീസിൻ്റെ അടുത്തും ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു അപേക്ഷയാണ്. എന്നാൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.